ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് ബ്രദർ ജോസഫ് കുളങ്ങര, ജിജി കുളങ്ങര ആൻഡ് ഫാമിലി, ന്യൂയോർക്ക്. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവാം ദൈവമേ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. കർത്താവെ, ഈ COVID-19 കെടുതി മൂലം നരകയാതന അനുഭവിക്കുന്ന ലക്ഷങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായിരിക്കുന്നവരും അതിൻ്റെ കെടുതിയിൽ നിമിത്തം കഷ്ടപ്പെടുന്നവരും നഷ്ടപ്പെടുന്നവരുമായ എല്ലാവരെയും അങ്ങ് ഓർക്കണമെന്ന് പ്രത്യേകം അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കരുണ ഉണ്ടാകണമേ. അതിശീഘ്രം കർത്താവെ, ഈ മഹാവ്യാധിക്ക് ഒരു പ്രതിവിധി ഉണ്ടാകുമെന്ന് കൊണ്ട് അങ്ങ് പ്രവർത്തിക്കണമേ. ഇതിന് പ്രതിരോധം കണ്ടുപിടിപ്പാൻ സഹായിക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. നീ അവർക്ക് കാവലും കോട്ടയും അഭയസ്ഥാനവും വരുന്നവരെ വഴി നടത്തണമെന്ന് പ്രത്യേകം എൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു ബാധ എൻ്റെ കൂടാരത്തിന് അടുക്കയില്ല എന്നുള്ള അവിടുത്തെ വചനം കർത്താവിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ഹല്ലേലൂയ കർത്താവെ കാവലായിരിക്കാൻ തക്കൊണ്ടും ഇടയാക്കണമെന്ന് അങ്ങയുടെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് അങ്ങയിലെ കൊണ്ട് സൂക്ഷ്മമായി തക്കൊണ്ടും സഹായിക്കണമേ. ഞങ്ങൾ അവിടുത്തെ സമയം സമർപ്പിക്കുന്ന ഓരോരുത്തരുടെയും വിഷയങ്ങൾ അങ്ങേറ്റെടുത്ത് അനുഗ്രഹവും സമാധാനവും സന്തോഷവും സമാധാനവും സുഖവും സൗഖ്യം നൽകി വഴി നടത്തണമേ. കൃപയാൽ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിക്കണമേ. തിരുനാമത്തിനിടയാക്കണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാണമേ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വീണ്ടും നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് വരുവാൻ തക്കതിനോണം ദൈവമൊരുക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കോവിഡ് മഹാമാരി അതിൻ്റെ ഭയാനകമായിട്ടുള്ള കെടുതികളുമായി മുൻപോട്ട് പോവുകയാണ്. ഏതാണ്ട് 3.5 ലക്ഷം ജനങ്ങളാണ് ഇതിനോടകം ഈ ലോകത്തോട് കോവിഡ് നിമിത്തം യാത്ര പറഞ്ഞിരിക്കുന്നത്. ഇതുവരെയും ഒരു പ്രതിവിധിയും പ്രതിരോധവും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ ലോകമെമ്പാടും അനേകായിരങ്ങൾ അതിശീഘ്രം ഇതിനൊരു പ്രതിരോധം കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വ്യാപനം വർദ്ധിക്കുന്നതിന് മുൻപ് തന്നെ മാർച്ച് മാസത്തിൽ നാം ഇതിനു വേണ്ടിയുള്ള പ്രതിരോധത്തിനും പ്രതിവിധിക്കും വേണ്ടി പ്രാർത്ഥനകൾ ആരംഭിച്ചതാണ്. മുൻപോട്ട് പോകുന്തോറും ഇതിൻ്റെ വ്യാപനം വർദ്ധിച്ച് നാനാ രാജ്യങ്ങളിലേക്കും അവസാനം ഭൂലോകമൊട്ടുക്കും ഇത് വ്യാപിച്ച് 10,000-കണക്കിന് ആളുകൾ ഈ ലോകത്തോട് യാത്ര പറയേണ്ട ഒരു സ്ഥിതി സംജാതമായി. ഈ നീണ്ട കാലയളവിൽ ഞാൻ പറയുമ്പോൾ 8-9 ആഴ്ചകൾ ഒരു നീണ്ട കാലയളവെന്ന് പറയുവാൻ സാധ്യമല്ലെങ്കിലും ഈ കാലയളവിനുള്ളിൽ തന്നെ അനേകർ പ്രാർത്ഥനയ്ക്കായിട്ട് മുൻപോട്ട് വരികയും അനേക രാജ്യങ്ങളിൽ വിവിധ സഭകളും ക്രൈസ്തവ സമൂഹങ്ങളും ഒക്കെയും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇനിയും നമുക്ക് മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഉപവാസത്താലും പ്രാർത്ഥനയാലുമാണ് ഇതിനെ നാം കീഴടക്കുവാൻ കഴിയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തിരുവചനത്തിൽ നിന്ന് ആദ്യം മുതൽ തന്നെ ഇവിടെ ഈ ശുശ്രൂഷയിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ അനേകർ ഇപ്പോഴും ആ ഒരു യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ തയ്യാറായിട്ടില്ല. പ്രാർത്ഥനകൾ മാത്രമാണ് നടക്കുന്നത്. ഒരു സമൂഹ ഉപവാസ പ്രാർത്ഥന നടത്തുവാൻ തക്കതിനുള്ള സംവിധാനം ഇതുവരെയും ലോകമെമ്പാടും ഒരുക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് ഇതൊരു ചെറിയ ശുശ്രൂഷ മാത്രമാണ്. അപ്രകാരമുള്ള ഉപവാസ പ്രാർത്ഥന ശുശ്രൂഷകൾക്കൊക്കെ നേതൃത്വം നൽകേണ്ടത് ആഗോള വ്യാപകമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സഭകളും സമൂഹങ്ങളുമാണ്. തുടർന്നും അവർ ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഉപവാസത്തിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുന്നവരും ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും മറക്കുന്നില്ല. ഉപവാസത്തിന് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരെക്കുറിച്ചല്ല ഇവിടെ പ്രതിപാദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഉപവസിച്ചിട്ടും മറുപടി ലഭിക്കുന്നില്ല എന്ന് ഒരു കൂട്ടർ പറയുന്നുണ്ട്. വിളിക്കുമ്പോൾ ഞാൻ അവരെ ഓർമ്മിപ്പിക്കാറുണ്ട്. നമ്മുടെ ശുശ്രൂഷയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നാം ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് ഇതിനെ സമ്പൂർണ്ണമായി കീഴടക്കേണ്ടത്. ഈ ശുശ്രൂഷയുടെ ആമുഖ്യത്തിൽ തന്നെ 2 ഉപവാസങ്ങൾ ഈ ചെറിയ കാലയളവിനുള്ളിൽ നടത്തി കഴിഞ്ഞു. മാർച്ചിലും മെയ് മാസത്തിലും 2 ഏകദിന ഉപവാസ പ്രാർത്ഥനകൾ പ്രതിവിധി പ്രതിരോധ നടപടികൾക്ക് വേണ്ടിയിട്ട് നാം നടത്തി എന്നുള്ളത് പറയുമ്പോൾ
പലരും പറയാറുണ്ട് ഞങ്ങളും ഉപവസിക്കാറുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല. ചിലർ വർഷങ്ങളായിട്ട് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വരുമ്പോഴൊക്കെയും ഉപവസിക്കുന്നുണ്ട്, പക്ഷേ മറുപടി ലഭിക്കുന്നില്ല എന്നുള്ള പരാതി അനേകരിൽ നിന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഉപവാസ പ്രാർത്ഥനയുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു ശബ്ദവും ഒരു ധ്വനിയും എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുന്നില്ല എന്നുള്ള ആ ശബ്ദം ഏതാണ്ട് 2750 കൊല്ലങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ മക്കളിൽ നിന്ന് കേട്ട ശബ്ദമാണ്. അവർ യെശയ്യാ പ്രവാചകനോട് പറയുന്നുണ്ട്, ഉപവസിച്ചിട്ട് ദൈവം മറുപടി നൽകുന്നില്ല എന്ന്. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശ്രദ്ധേയമാണ്. ഞങ്ങൾ ഉപവസിക്കുന്നത് നീ കാണാതിരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മദാനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത് എന്ന് അവർ ചോദിക്കുന്നു. അത്യുന്നതനായ ദൈവം തൻ്റെ പ്രവാചകനോട് ഇസ്രായേൽ മക്കൾ തന്നോട് പ്രാർത്ഥിക്കുന്ന കാര്യം പറയുകയാണ്. ടുഡേ വി ഫൈൻഡ് many are praying to find a solution for this great pandemic. Though we have been emphasizing on fasting prayers, and we have been proving it from the Word of God that fasting prayer is the only remedy that can conquer this great catastrophe, people are yet to come to that understanding. There are groups fasting and praying, but it's not a international phenomena. People are praying, more and more prayers are being said, but still the pandemic is not subsiding. We find more than 3.5 lakhs of people have died. So I'm not going to talk about the people who say a fasting is not required. Well, that's their own conviction. But I'm going to talk something about the people who say they have fasted and still no results are coming. Personally, people have talked to me and they said, we have been fasting, but so far the results are not coming. There are no answers from God. Well, about 2,750 years ago, the children of Israel complained the same thing to God. We are fasting and you are not answering. In Isaiah chapter 58 verse 3 you find that. Why are you not knowing about our fasting? You are silent to our fasting. And Almighty God tells prophet Isaiah about the complaint of his people. ഞങ്ങൾ ഉപവസിക്കുന്നത് നീ കാണാതിരിക്കുന്നതെന്ത്? കാരണം അവർ ഉപവസിക്കുവാൻ കാരണം അത്യുന്നതനായ ദൈവം അവർക്ക് നൽകിയ കൽപ്പനയാലാണ്. യഹൂദ കലണ്ടറിലെ 7-ാം മാസമായ തിസ്രി മാസം 9-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അവർ ഉപവസിക്കണമെന്നും ആത്മതപനം ചെയ്യണമെന്നും അത്യുന്നതനായ ദൈവം അവരോട് കൽപ്പിച്ചു. എല്ലാ വർഷവും ആ മാസം ആ തീയതികൾ നടത്തപ്പെടണം എന്ന് യഹോവ കൽപ്പിച്ചതിനെ തുടർന്ന് അങ്ങനെ ഏകദിന ഉപവാസങ്ങൾ പാപപരിഹാര ദിനമെന്ന പേരിൽ ആരംഭിച്ചു. വർഷങ്ങൾ മുൻപോട്ട് പോയപ്പോൾ അപ്രകാരം ആദിമ ഘട്ടത്തിൽ അവർ ഏറ്റവും അനുഗ്രഹപൂർണമായിട്ട് അനുഷ്ഠിച്ച ഉപവാസ പ്രാർത്ഥനകൾ അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുവാൻ മുഖാന്തരമായപ്പോൾ അവർ വീണ്ടും വീണ്ടും വർഷത്തിൽ പല പ്രാവശ്യം അപ്രകാരം ഉപവസിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഈ ഉപവാസ പ്രാർത്ഥന അനേകമായ സന്ദർഭങ്ങളിലേക്ക് ഉയർന്നു വന്നു. അതോടുകൂടി ദൈവം കൽപ്പിച്ച പ്രകാരമുള്ള ഒരു ഉപവാസ പ്രാർത്ഥനയിൽ നിന്ന് ഒരു ആചാരാനുഷ്ഠാനമായിട്ട് അത് മാറി. ദൈവം അവർക്ക് അവർ പറയുന്ന ഉപവാസ പ്രാർത്ഥനയിലൂടെ മറുപടി നൽകാതെയായി. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥന എന്നത് മാറ്റത്തിൻ്റെ പ്രക്രിയയാണ്. ഇവർ ദൈവം കൽപ്പിച്ച പ്രകാരം
ഒരു ദിവസം ഭക്ഷണം വെടിഞ്ഞിരിക്കുന്നുണ്ട്. എന്നാൽ അതിൽ അന്തർലീനമായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ ബാഹ്യമായ ചില ചടങ്ങുകൾ കൊണ്ട് തൃപ്തിപ്പെട്ട് ഉപവാസമാണെന്ന് സ്വയം മറ്റുള്ളവരെ വിശ്വസിപ്പിച്ച് മുൻപോട്ട് പോകുന്ന അവസ്ഥയിൽ ദൈവം അവരുടെ ഉപവാസങ്ങൾക്ക് മറുപടി നൽകാതെയായി. അതുകൊണ്ട് ദൈവത്തിൽ നിന്നും മറുപടി ലഭിക്കാത്തൊരു സാഹചര്യത്തിലാണ് അവർ അപ്രകാരം പ്രാർത്ഥിക്കുന്നത്. അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പ്രവാചകനായ യെശയ്യാവിനോട് അതിനെക്കുറിച്ച് പറയുകയാണ്. ഉപവാസ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ട നിബന്ധനകളും നിയമങ്ങളും വളരെ വ്യക്തമായിട്ട് യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം പ്രാധാന്യം ദൈവസന്നിധിയിലുണ്ട് എന്നുള്ളത് യെശയ്യാ പ്രവചനം 58-ാം അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് ഇന്ന് ഉപവാസ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതെന്നും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, നമ്മുടെ ഓരോ ഉപവാസങ്ങളെയും ദൈവം സസൂക്ഷ്മം വീക്ഷിക്കുന്നുവെന്ന് സക്കറിയാ പ്രവചനത്തിൽ ദൈവം തൻ്റെ ജനത്തോട് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. സക്കറിയാ പ്രവചനം നാം വായിക്കുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്: കഴിഞ്ഞ 70 വർഷമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഉപവസിക്കുകയും കരയുകയും ചെയ്തുവല്ലോ. വാസ്തവത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയോ ഉപവസിച്ചത്? ഇസ്രായേൽ മക്കൾ ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് യെരുശലേമിലേക്ക് മടങ്ങി വന്നപ്പോൾ അവർ ദൈവത്തിൻ്റെ പ്രവാചകന്മാരോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഇനി ഉപവസിക്കേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞ 70 വർഷമായിട്ട് ബാബിലോണിയൻ അടിമത്വത്തിൽ ഞങ്ങൾ 5-ാം മാസത്തിലും 7-ാം മാസത്തിലും ഉപവസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ബാബിലോണിയൻ നുഖത്തിൽ നിന്ന് വിമോചനം നേടി ദൈവം ഇവിടെ എത്തിച്ചു. അപ്പോൾ ഇനിയും ആ ഉപവാസം തുടരണമോ എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോഴാണ് ദൈവം അവരോടൊരു മറുചോദ്യം ചോദിക്കുന്നത്. 5-ാം മാസത്തിലും 7-ാം മാസത്തിലും നിങ്ങൾ നടത്തിയ ഉപവാസം എനിക്ക് വേണ്ടി തന്നെയാണോ നടത്തിയത്? അതിൻ്റെ കാരണം ഇവ രണ്ടും ദൈവം കൽപ്പിച്ച പ്രകാരമുള്ള അനുതാപത്തിൻ്റെയോ മാറ്റത്തിൻ്റെയോ യാതൊരു വിധത്തിലുള്ള രൂപാന്തരത്തിൻ്റെയോ അംശങ്ങളില്ലാത്ത ചടങ്ങുകളായിരുന്നു. 5-ാം മാസത്തിലെ ഉപവാസം യെരുശലേം നഗരം ചുട്ടുകരിച്ചെല്ലാം നഷ്ടപ്പെട്ട്, ബന്ധുമിത്രാദികളൊക്കെയും നഷ്ടപ്പെട്ട്, ഭവനങ്ങൾ നഷ്ടപ്പെട്ട് അടിമകളായിട്ട് യഹൂദന്മാരെ പിടിച്ചുകൊണ്ടുപോയതിനെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഉപവാസമായിരുന്നു. 7-ാം മാസത്തിലെ ഉപവാസം എന്ന് പറയുന്നത് ശിഷ്ടമുള്ള യഹൂദന്മാരെ അവിടെ യെരുശലേമിൽ നിയന്ത്രിക്കുവാനും ഭരിക്കുവാനുമായിട്ട് ഗെദല്യാവ് എന്ന് പറയുന്ന ഒരുവനെ ആക്കി വെച്ചു. അവന് ദാരുണമായി വധിക്കപ്പെട്ടപ്പോൾ അവനെ ഓർത്തുള്ള വിലാപത്തിൻ്റെ ഉപവാസമായിരുന്നു 7-ാം മാസത്തിലെ ഉപവാസം. ഈ 2 ഉപവാസങ്ങളും അവർ ബാബിലോണിലായിരുന്ന 70 വർഷക്കാലവും അനുഷ്ഠിച്ചിരുന്നു. അവരുടെ പാപത്തെക്കുറിച്ച് ഓർക്കുവാനോ, എന്തുകൊണ്ടാണ് യെരുശലേം ചുട്ടുകരിക്കപ്പെട്ടത്, എന്തുകൊണ്ടാണ് യെരുശലേം ദേവാലയം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടത് എന്നൊന്നും ചിന്തിക്കുവാൻ അവർ കഴിവില്ലായിരുന്നു. അവർ ഉപവസിക്കുകയായിരുന്നു. അവർക്കവിടെ സങ്കടമുണ്ട്. അവർ ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള സങ്കടമല്ല, പിന്നെയോ തങ്ങളുടേതായിട്ടുള്ള ദുരവസ്ഥയെക്കുറിച്ചുള്ള സങ്കടം, തങ്ങളുടെ നഷ്ടബോധങ്ങളെക്കുറിച്ചുള്ള സങ്കടം. അതുകൊണ്ടാണ് ദൈവം ചോദിക്കുന്നത്, അത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല, നിങ്ങൾ എനിക്ക് വേണ്ടി തന്നെയാണോ ഉപവസിച്ചത്? ഞാൻ ഉപവാസം അനുഷ്ഠിക്കുവാൻ കൽപ്പിച്ചപ്പോൾ അത് ഞാനും നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റേതായിട്ടുള്ള പുതിയ ഒരു അധ്യായം തുറക്കുവാനുള്ള പ്രതിക്രിയയായിരുന്നു. പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള ദുഃഖത്തിൽ, നിങ്ങളുടേതായിട്ടുള്ള നഷ്ടബോധത്തിൽ, നിങ്ങളുടേതായിട്ടുള്ള നഷ്ടത്തിൻ്റെ സങ്കടത്തിൽ കഴിക്കുന്ന വിലാപ
വ്രതങ്ങളായിരുന്നു അത്. ഭക്ഷണം വെടിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഭക്ഷണം വെടിയുന്നത് ഉപവാസമാവുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം പറയുകയാണ്. അതുമാത്രമല്ല, ഭൂമിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നടത്തപ്പെടുന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന ഓരോ ഉപവാസത്തെയും ദൈവം സസൂക്ഷ്മം വീക്ഷിക്കുന്നു എന്നുള്ളത് വ്യക്തമായി തെളിയിക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. ദൈവം തൻ്റെ ജനത്തോട് ഉപവസിക്കുവാൻ പറയുമ്പോൾ ആ ഉപവാസത്തിൻ്റെ അടിസ്ഥാനം അനുതാപമാണ്. യോവേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട്, വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറി നിലവിളിക്കുവാൻ. കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ കീറി നിലവിളിക്കുവാനാണ് യോവേൽ പ്രവാചകനിലൂടെ ഇസ്രായേൽ മക്കളോട് പറയുന്നത്. പക്ഷേ അപ്രകാരമുള്ള യാതൊരു രീതിയിലുള്ള മാറ്റങ്ങളുമില്ലാതെ തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ദുഃഖവും തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ചുള്ള വിലാപവുമാണ് ഇവരാഘോഷിച്ചിരുന്നത്, ഇവരനുസ്മരിച്ചിരുന്നത്. ആഘോഷമല്ല, അതൊരനുസ്മരണയായിരുന്നു, ഉപവാസം എന്ന പേരിൽ നടത്തിയിരുന്നത്. അപ്പോൾ അന്നായാലും ഇന്നായിരുന്നാലും നാം ഉപവസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം നമ്മുടെ ഉപവാസങ്ങളെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കുവാൻ തക്കതിനൊന്നുമല്ല നിങ്ങൾ ഇന്ന് ഉപവസിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കുവാൻ തക്കവണ്ണമല്ല നിങ്ങളിന്ന് ഉപവസിക്കുന്നത്. അതായത് ഇന്നത്തെ നിങ്ങളുടെ ഉപവാസത്തിൻ്റേതായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ എത്തുന്നില്ല. 4-ാം വാക്യത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുകയാണ്. പക്ഷേ ഇസ്രായേൽ മക്കളുടേതായിട്ടുള്ള ഭാവം അങ്ങനെയല്ല. 2-ാം വാക്യത്തിൽ അവർ പറയുകയാണ്, അവർ ദിനംതോറും ദൈവത്തെ അന്വേഷിക്കുന്നു. ദൈവം യെശയ്യാപ്രവചനത്തോട് പറയുകയാണ്, അവർ എല്ലാ ദിവസവും ദൈവത്തെ അന്വേഷിക്കുകയാണ്, എൻ്റെ വഴികൾ അറിയുവാൻ ഇച്ഛിക്കുന്നു, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുഷ്ഠിക്കുന്നൊരു ജനതയെപ്പോലെയാണ് അവരുടെ പെരുമാറ്റം. Many a time we forget that the Almighty God observe every fast that is declared in the world, every fast that is being observed on earth, because fasting is something which connects the human being to the Almighty God. That's why God says very specifically that the fastings done by the children of Israel in Babylon were not according to His will. For 70 years they were fasting, and they were fasting in the 5th month and the 7th month. But it had nothing to do with the fastings of the Almighty God. There was no repentance, and there was no worship. There was no change in their lives. There was abstinence from food. They were not taking food, all right. But at the same time, they were bothered, or they were worried, they were upset, they were sorrowful about the sad situation that had happened, where the entire Jerusalem was destroyed. That was the fasting of the 5th month. They were sorrowful about that. And on the 7th month, you find their leader Gedaliah was murdered. So it was their expression of sorrow. That was on the 7th month. So we find that the Almighty God observes our fastings. We can declare a fast, all right, but we must understand that when we say we fast, it's not enough that we abstain from food. That's only one part of it. All abstinences from food are not fastings. Technically, you may say
when you abstain from food, you are fasting. But a fast before God is something else. Abstinence from food is only one part of it. We have to build our fasting before God with repentance, with a change of our views, with a change of our lives, with a change of the things that draw us away from God. That's very important. ഉപവാസം എന്ന് പറയുമ്പോൾ ഭക്ഷണം വെടിയുന്നതിനെ ഉപവാസം എന്ന് വിശേഷിപ്പിക്കാം ഭാഷാപരമായി. എന്നാൽ ദൈവസന്നിധിയിലുള്ള ഉപവാസം അത് വ്യത്യസ്തമാണ്. അവിടെ മാനസാന്തരം ഉണ്ടാകണം, അവിടെ മാറ്റങ്ങൾ ഉണ്ടാകണം, ദൈവവുമായിട്ടുള്ള ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുവാൻ തക്കതിനുവണ്ണം കഴിയണം. വെറുതെ ഭക്ഷണം കഴിക്കാതെ ഒരു ദിവസം ഇരുന്നാൽ അത് ഉപവാസമാവുകയില്ല. ഇസ്രായേൽ മക്കൾ 70 വർഷമാണ് വർഷത്തിൽ 2 പ്രാവശ്യം വീതം ഉപവസിച്ചത്. പക്ഷേ ദൈവസന്നിധിയിൽ അതിന് യാതൊരു പ്രാഗൽഭ്യവുമില്ലായിരുന്നു. അപ്പോൾ ഉപവസിക്കുക എന്ന് പറയുന്നത് ദൈവം കൽപ്പിച്ച പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ ഉപവസിക്കുമ്പോൾ നീ നോക്കാതിരിക്കുന്നതെന്ത് എന്ന് ചോദിക്കുന്നു. ഞങ്ങൾ ആത്മദനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത് ദൈവത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ ദൈവം അതിന് മറുപടി നൽകുകയാണ്. 3-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, നിങ്ങൾ ഉപവസിക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുന്നു. ഉപവാസം പ്രഖ്യാപിച്ച ശേഷം ഇവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റപ്പെടുവാനാണ് ഉപവസിക്കുന്നത്. പക്ഷേ ഇവർ ഉപവസിച്ചത് ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ നടത്തുവാനാണ്. വാസ്തവത്തിൽ ദൈവത്തിൻ്റേതായിട്ടുള്ള പ്രമാണങ്ങൾക്ക് അവരുടെ ഉപവാസത്തിൽ യാതൊരു സ്ഥാനവുമില്ലായിരുന്നു. ഉപവാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണമെന്ന് പറയുന്നത് മാനസാന്തരമാണ്. ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ട് അറ്റുപോയ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ തക്കവണ്ണം ദൈവം കൽപ്പിച്ച പ്രക്രിയയാണ് ഉപവാസം. അത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നടത്തപ്പെടേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുമ്പോൾ ദൈവം നൽകിയിരിക്കുന്ന പ്രമാണങ്ങളനുസരിച്ചാണ് നടത്തപ്പെടേണ്ടത്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. 3-ാം വാക്യത്തിൽ ദൈവം ചൂണ്ടിക്കാണിക്കുകയാണ്, അതെ, ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം എന്താണ്. അപ്പോൾ ഇഷ്ടമല്ലാത്തത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഒന്നാമതായി പറയുന്നത്, നിങ്ങൾ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുന്നു. ഉപവാസം എന്ന് പറയുന്നത് ശബദാണ്. ശബദായിട്ട് ആചരിക്കണം. യാതൊരു ജോലിയും ചെയ്യുവാൻ പാടില്ല. സ്വസ്ഥതയാണ്. ദൈവത്തിനായിട്ട് വേർതിരിക്കപ്പെട്ട ദിവസമാണ് ശബദ്. പക്ഷേങ്കിൽ ഇവിടെ ശാബത്തില്ല, ആ ശാബത്തിനനുസരിച്ചുള്ള അനുഷ്ഠാനമില്ല. ഇവിടെ അവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ വേലക്കാരെയും കൊണ്ട് കഠിനമായിട്ട് അധ്വാനിപ്പിക്കുന്നു. കരുണയും ദയയും അവരുടെ ജീവിതത്തിലില്ല. കരുണയും ദയയുമില്ലാതെ അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിൽ യാതൊരു വിലയുമില്ല. സ്വർഗത്തിൽ യാതൊരു വിലയുമില്ല. കാരണം ദൈവം കരുണാമയനാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ നീർച്ചാലുകളാണ് കരുണയും ദയയും. അപ്പോൾ സ്നേഹമാകുന്ന ദൈവത്തോട് നിലവിളിക്കുമ്പോൾ സ്നേഹമില്ലാതെയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഒരിക്കലും ഉപവാസത്തിന് അത് ശക്തി പകരുകയില്ല എന്നുള്ളതല്ല, ഉപവാസത്തിൻ്റേതായിട്ടുള്ള യാതൊരു ഫലവും അങ്ങനെയുള്ള അവസ്ഥയിൽ ലഭ്യമാവുകയില്ല. തങ്ങളുടേതായിട്ടുള്ള വേലക്കാരെ കൊണ്ട് അധ്വാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ മറ്റ് എല്ലാ കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധ വേർതിരിച്ച് ദൈവത്തിൽ മാത്രം ശ്രദ്ധ വെച്ച് മുൻപോട്ട് പോകേണ്ട സമയങ്ങളിൽ
അവർ വേലക്കാരെ കൊണ്ട് ജോലി എടുപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധ ആ ജോലികളിലേക്ക് പതിയും. അവരപ്പം പൂർണ്ണമായിട്ടും ദൈവത്തിങ്കിലേക്കല്ല നോക്കുന്നത് എന്നുള്ള അർത്ഥം കൂടി അതിനുണ്ട്. മാത്രമല്ല 4-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനുമായി ഉപവസിക്കുന്നു. വിവാദങ്ങൾക്കായി, കലഹങ്ങൾക്കായി, ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനായി ഉപവസിക്കുന്നു. നിങ്ങൾ ദൈവസന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ വിവാദങ്ങളാണ്, കലഹങ്ങളാണ്. പരസ്പരം സഹിക്കുവാനും ക്ഷമിക്കുവാനും വഹിക്കുവാനും കഴിയുന്നില്ല. വൈരാഗ്യമുള്ളവരോട് പിന്നെയും വൈരാഗ്യം കൂടുകയാണ്. വെറുപ്പുള്ളവരോട് വെറുപ്പ് കൂടുകയാണ്. എതിർപ്പുള്ളവരോടുള്ള എതിർപ്പ് കൂടുകയാണ്. ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കലഹങ്ങൾ ശമിക്കണം, വിവാദങ്ങൾ ഇല്ലാതെയാകണം. മാത്രമല്ല സ്നേഹത്തിൻ്റേതായിട്ടുള്ള അവസ്ഥകളുണ്ടാകണം, സമാധാനമുണ്ടാകണം. ഉപവാസമെന്ന് പറയുന്നത് ദൈവിക സമാധാനം മനുഷ്യരിലേക്ക് പകരുവാനുള്ള വഴിയാണ്. വിവാദമുണ്ടായാൽ എവിടെയാണ് സമാധാനം ഉണ്ടാകുക? എവിടെയാണ് സ്വസ്ഥത ഉണ്ടാകുന്നത്? കലഹമുണ്ടായാൽ അത് ആകമാന സമാധാനത്തെ നഷ്ടപ്പെടുത്തുകയാണ്. സമാധാനമില്ല, കാരണം കലഹമാണ്. ഇന്ന് നാം നോക്കുമ്പോൾ, ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് നോക്കുമ്പോൾ എവിടെയും വിവാദങ്ങളാണ്, സഭകൾക്കുള്ളിൽ കലഹങ്ങളാണ്, സഭകൾ തമ്മിൽ കലഹങ്ങളാണ്. ക്രൈസ്തവ സമൂഹത്തിൽ കലഹങ്ങൾ സമ്പൂർണ്ണമായി അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഉപവാസത്തിനായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത്, ഈ കലഹങ്ങളുമായിട്ട് അല്ലെങ്കിൽ വിവാദങ്ങളുമായിട്ട് ഒരിക്കലും ദൈവസന്നിധിയിൽ കടന്നു വന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുകയില്ല. ദൈവം സ്നേഹത്തിൻ്റെ ദൈവമാണ്, ദൈവം സ്നേഹമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കലഹങ്ങളും അതോടൊപ്പം തന്നെ വിവാദങ്ങളുമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ അതൊക്കെ ഒരു ഉപവാസ പ്രാർത്ഥന വരുമ്പോൾ ഇല്ലാതാകണം. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലാണ് കടന്നു വരുന്നതെങ്കിൽ, ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇഴുകിച്ചേരുവാൻ കഴിയാതെയാണ് കടന്നു വരുന്നതെങ്കിൽ, ആ ഉപവാസത്തിന് യാതൊരു അനുഗ്രഹവും പകരുവാൻ സാധ്യമല്ല. പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടാകും. എന്നാൽ പലപ്പോഴും അനേക സഹോദരങ്ങൾ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, ഉപവാസം ആരംഭിക്കുമ്പോഴാണ് ഇല്ലാത്ത പ്രശ്നങ്ങളെല്ലാം വീട്ടിലുണ്ടാകുന്നത്. കാരണം നിങ്ങളുടെ ഉപവാസത്തെ പരാജയപ്പെടുത്തണമെങ്കിൽ കലഹം ഉണ്ടാകണം, തമ്മിൽ ഭിന്നത ഉണ്ടാക്കണം. ഉപവാസം കഴിഞ്ഞാലും പിശാച് വളരെ വിദഗ്ധമായിട്ട് ഉപയോഗിക്കുന്ന ആയുധമാണ് കലഹം. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലഘട്ടങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാരൊക്കെ ഒരുമിച്ച് വീട്ടിലിരിക്കുമ്പോൾ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനരാത്രങ്ങൾ എല്ലാവരും അനുഭവിച്ചെന്ന് പറയുവാൻ സാധ്യമല്ല. പലപ്പോഴും ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളൊക്കെ കലഹത്തിൻ്റെ വിത്തുകൾ വിതച്ചിട്ടുണ്ട്. കലഹം കൊണ്ടുവരുന്നത് പിശാചാണ്, അസമാധാനം പകരുന്നത് പിശാചാണ്. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇപ്രകാരമുള്ള കലഹം കൊണ്ടും അസമാധാനം കൊണ്ടും വിവാദം കൊണ്ടും ഒന്നും ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നായിരിക്കണം, ഒരു മനസ്സോടെ, ഒരാത്മാവിൽ, ഒരേ ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉപവസിച്ചുകൊണ്ട് കടന്നു വരേണ്ടത്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് ദൈവം പറയുകയാണ്, നിങ്ങൾ ഉപവസിക്കുന്നത് സമാധാനത്തിലല്ല, നിങ്ങൾ ഉപവസിക്കുന്നത് സ്നേഹത്തിലല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമയോടുകൂടിയുള്ള ഒരു സമീപനമല്ല നിങ്ങളുടെ ഉപവാസത്തിലുള്ളത്. നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയുകയില്ല, സഹിക്കുവാൻ കഴിയുകയില്ല, വഹിക്കുവാൻ കഴിയുകയില്ല. നിങ്ങളുടേതായിട്ടുള്ള പെരുമാറ്റവും പ്രവർത്തനവും
ദൈവിക സ്വഭാവത്തിന് അനുയോജ്യമാകുന്നതല്ല. കലഹവും വിവാദങ്ങളുമാണ് നിങ്ങൾ ഏതാണ്ട് ഉപവാസത്തിൽ മുഴങ്ങി കേൾക്കുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു സംശയവും വേണ്ട. പക്ഷേ ആ പ്രാർത്ഥനകൾ ഉയരുന്നത് കലഹങ്ങളുടെയും വിവാദങ്ങളുടെയും അടിസ്ഥാനങ്ങളിൽ നിന്നാണ്. അത് ആ ഉപവാസത്തെ സമ്പൂർണ്ണമായിട്ട് നിഷ്ക്രിയമാക്കി കളയുന്നു. മാത്രമല്ല, 4-ാം വാക്യത്തിൽ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരത്തിൽ കേൾക്കുവാൻ തക്കവണ്ണമല്ല നിങ്ങളിന്ന് ഉപവസിക്കുന്നത്. ഇവിടെ വലിയൊരു സത്യം അന്തർലീനമായിരിക്കും. അപ്പോൾ നമ്മുടെ ഉപവാസം നമ്മുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിൽ എത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഇവിടുത്തെ ഈ പ്രതിപാദനം നമ്മെ മനസ്സിലാക്കുന്നത്. എന്താണത്? നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കുവാൻ തക്കവണ്ണമല്ല നിങ്ങളിന്ന് ഉപവസിക്കുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള ഉപവാസമാണ് നാം അനുഷ്ഠിക്കുന്നതെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനകളെ സ്വർഗത്തിലെത്തിക്കുവാൻ ആ ഉപവാസങ്ങൾക്ക് കഴിയും. അതാണ് യഥാർത്ഥത്തിൽ ഉപവാസ പ്രാർത്ഥനയുടേതായിട്ടുള്ള വലിയ ശക്തി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുന്നതെല്ലാം എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അതിവേഗത്തിൽ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള മുഖാന്തരം ഒരുക്കുന്നു. കാരണം പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവവുമായിട്ടൊരു പുതിയ ബന്ധം സ്ഥാപിച്ച് ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിച്ച് ദൈവത്തിൻ്റെ കൃപാസനത്തിന് മുമ്പിൽ നിലവിളിക്കുന്ന ഒരുവനെ ദൈവം ഒരിക്കലും തള്ളിക്കളയുകയില്ല. ആ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട്. കാരണം ഭൂമിയിൽ വെച്ചുള്ള നിൻ്റെ മാനസാന്തരം, നിൻ്റെ മാറ്റങ്ങൾ എല്ലാം സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിവാദങ്ങളും വെല്ലുവിളികളും അതോടൊപ്പം തന്നെ കലഹങ്ങളുമായിട്ട് നീ ഇരുന്നുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചിരുന്നാലും ആ ഉപവാസം അനുഗ്രഹപ്രദമാകില്ലെന്ന് മാത്രമല്ല, ഇവിടെ ദൈവം പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ എത്തുവാൻ തക്കവണ്ണമല്ല നടത്തപ്പെടുന്നത്. സ്വയം ജീവിതത്തെ പരിശോധിച്ച് തെറ്റുകൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കുവാൻ തക്കവണ്ണമാണ് ഉപവാസ പ്രാർത്ഥന നാം ശ്രമിക്കേണ്ടത്. കലഹവും വിവാദവും അപ്രകാരമുള്ള ശത്രുതാ മനോഭാവവും വെറുപ്പുമൊക്കെ അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കുന്നുണ്ട്. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുന്ന ഒരു പ്രക്രിയയാണ് ഉപവസിക്കുന്നത്. എന്നാൽ സ്വയം താഴ്ത്തുന്നതിൻ്റെ അടയാളമായിട്ടാണ് യഹൂദന്മാർ ഈ ഉപവാസ പ്രാർത്ഥനയെ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. അവർ പരുക്കൻ വസ്ത്രം ധരിച്ച് നിലത്ത് ചാരത്തിൽ കിടക്കുകയാണ്. മാത്രമല്ല തലയെ വേഴത്തെ പോലെ കുനിയിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ച് ദൈവത്തോട് തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ചെയ്തുപോയ പാപങ്ങളെക്കുറിച്ച് അനുതപിച്ച് പശ്ചാത്തപിക്കുന്നതിൻ്റേതായിട്ടുള്ള പ്രതീകമാണ് ഈ പരുക്കൻ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത്. വളരെ കട്ടിയുള്ള ചാക്ക് പോലുള്ള മെറ്റീരിയൽ കൊണ്ട് വസ്ത്രം ധരിച്ച് അതിടുമ്പോൾ ശരീരത്ത് മുഴുവൻ ചൊറിച്ചിലാണ്, സുഖമില്ല. എന്നിട്ട് അവർ നിലത്ത് കിടക്കുകയാണ്, കട്ടിൽ കിടക്കുകയില്ല. തങ്ങളുടെ പശ്ചാത്താപത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പ്രതീകമായി സൂചനയായി നിലത്ത് കിടക്കുകയാണ്. നിലത്ത് കിടക്കുമ്പോൾ എന്താണുള്ളത്? അതെല്ലാം ചാരമിട്ടിരിക്കുകയാണ്, ചാരം. ഈ പരുപരുക്കൻ വസ്ത്രമിട്ട് ചാരത്തിൽ കിടക്കുമ്പോൾ ഉറങ്ങുവാൻ സാധ്യമല്ല, ചൊറിച്ചിലും വലിച്ചിലും. അപ്പോൾ രാത്രി മുഴുവൻ ദൈവത്തോട് നിലവിളിക്കുവാൻ തക്കവണ്ണം ഈ കിടന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുകയാണ്. കാരണം ഉറക്കം വരുവാൻ സാധ്യമല്ല. ശരീരത്തെ സ്വയം പീഡിപ്പിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ സംവിധാനമാണ് അതിലൂടെ ഉള്ളത്. ഈ വേഴമെന്ന് പറയുന്നതൊരു ജലസസ്യമാണ്. അതിനെ താണ്ട് ഒരിക്കലും നിവരുകയില്ല, എപ്പോഴും കുനിഞ്ഞു കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഇവർ കുനിഞ്ഞു കിടക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങൾ സ്വയം താഴ്ത്തിയെന്ന് ബോധ്യപ്പെടുവാൻ, ആർക്ക്? കാണുന്നവർക്ക് ബോധ്യപ്പെടുവാൻ. ഇവർ താഴ്ത്തിയിട്ടില്ല. ദൈവത്തിനറിയാം ഇവർ യാതൊരു വിധത്തിലും താഴ്ത്തപ്പെട്ടിട്ടില്ലെന്നാണ്. കാണുന്നവർക്കൊക്കെ അപ്രകാരം തോന്നുവാനാണ് ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വച്ചിരിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരമുള്ള
ബാഹ്യ പ്രകടനങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വാടിയ മുഖം കാണിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നത് മനുഷ്യർ കാണേണ്ടതിന് അവർ തങ്ങളുടെ മുഖം വിരൂപമാക്കുന്നു. എല്ലാവരും അറിയണം തങ്ങൾ ഉപവസിച്ചു. പരീശന്മാരാണ് പ്രത്യേകിച്ച്. അപ്പോൾ എന്താ ചെയ്യുന്നത്? വാടിയ മുഖം കാണിച്ചുകൊണ്ട്, തലയൊന്നും ചെയ്യുക, തലമുടിയൊക്കെ ഇങ്ങനെ വാരി ഇട്ടുകൊണ്ട്, അതെ, എല്ലാവരെയും കാണിക്കുവാനായിട്ട് തങ്ങൾ ഉപവസിക്കുകയാണ്. കാരണം യഹൂദന്മാരുടെ ഇടയിൽ ഉപവാസത്തിന് വലിയ സ്ഥാനമാണുള്ളത്. ഉപവസിക്കുന്നവരെ ഭയഭക്തി ബഹുമാനത്തോടെയാണ് മറ്റുള്ളവർ കാണുന്നത്. കാരണം അവർ ദൈവവുമായിട്ട് നേരിട്ട് സംസർഗം ചെയ്യുകയാണ്, ദൈവത്തിൻ്റെ സന്നിധി സ്വയം സമർപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പിടിച്ചു പറ്റുവാനായിട്ടുള്ള ഒരു വലിയ പരിശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെയും ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് ഇസ്രായേൽ മക്കൾ വീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് ഇവർ മുഖമൊക്കെ വിരൂപമാക്കി, തലമുടിയൊക്കെ കോതാതെ ഇട്ട്, ഇതുപോലെ പരുക്കൻ വസ്ത്രം ധരിച്ച് ചാരത്തിൽ കിടന്ന് പരസ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് തങ്ങൾ ഉപവസിക്കുക എന്നുള്ളത്. ദൈവം കൽപ്പിക്കുന്നത് ഇത് ഒരു ബാഹ്യ പ്രകടനമല്ല. ബാഹ്യമായിട്ടിങ്ങനെ ചില കാര്യങ്ങൾ നടത്തി എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് പ്രസാദകരമല്ല. ഒരു ആന്തരികമായ പ്രക്രിയയാണ് ഉപവാസം. മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് ആന്തരികമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് ഉണ്ടാകേണ്ടത്, ബാഹ്യമായിട്ടുള്ള ചടങ്ങുകളിലൂടെ അല്ല. പരുക്കൻ വസ്ത്രം ധരിച്ചല്ല, ചാരം വാരിയിട്ടല്ല, തലയെ അങ്ങ് ഭൂമിയോളം വേടത്തെ പോലെ കുനിച്ചുകൊണ്ട് വളരെയധികം ഭക്തി നടിക്കുന്നത് കൊണ്ടല്ല. പിന്നെയോ ജീവിതത്തിൽ ദൈവത്തിന് നിരക്കാത്തതായ, ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതായ പാപ സ്വഭാവങ്ങളെ പറിച്ചെറിയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ മാറ്റങ്ങൾ ഉണ്ടാകണം. അതില്ലാതെയുള്ള ബാഹ്യ പ്രകടനങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രസാദകരമല്ല. ദൈവം അത് വളരെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് നീ മറുപടി നൽകാത്തത് എന്ന് ചോദിക്കുമ്പോൾ, ഇപ്രകാരമുള്ള ബാഹ്യ പ്രകടനങ്ങൾക്ക് ദൈവത്തിന് മറുപടി നൽകുവാൻ കഴിയുകയില്ല. പരമാർത്ഥതയോടുകൂടിയുള്ള ഒരു സമീപനമല്ല ഉപവാസത്തിലുള്ളത്. അവർ ചെയ്യേണ്ട പല കാര്യങ്ങളെക്കുറിച്ച് ദൈവം ചൂണ്ടിക്കാണിക്കുകയാണ്. 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അന്യായത്തിൻ്റെ പ്രവൃത്തികൾ മാറ്റണം. നമ്മുടെ ജീവിതത്തിൽ അന്യായം ഉണ്ടാകരുത്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകണം. എല്ലാത്തിലും ന്യായമുണ്ടാകണം. അന്യായത്തിൻ്റേതായിട്ട് ഒരു കാര്യവും കണിക പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ ഉപവാസം ദൈവസന്നിധി പ്രസാദകരമാകണമെങ്കിൽ ന്യായമായിട്ട് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളിൽ എപ്പോഴും ന്യായം ഉണ്ടായിരിക്കണം, നീതി ഉണ്ടായിരിക്കണം. മാത്രമല്ല മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നത് മതിയാക്കണം. പലപ്പോഴും നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, മോഹങ്ങൾക്ക് വേണ്ടി നാം മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളെ മാനിക്കാതെയും അവർക്കുണ്ടാകുന്ന മാനസികാവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കാതെയുമാണ് നാം പ്രവർത്തിക്കുന്നത്. പീഡനമെന്ന് പറയുമ്പോൾ കൈകൊണ്ടിടിക്കുകയോ അല്ലെങ്കിൽ അപ്രകാരം ഉപദ്രവം ചെയ്യുന്നതോ മാത്രമല്ല, നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. അതോടൊപ്പം തന്നെ വാക്കുകൊണ്ട് പീഡിപ്പിക്കുന്നത് വലിയ ആഘാതങ്ങളാണ് മറ്റുള്ളവർ സൃഷ്ടിക്കുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് മറ്റൊരാളെ വേദനിപ്പിക്കുന്നതെന്ന് ചിന്തിക്കാൻ പലർക്കും കഴിയാറില്ല. നമ്മുടെ ഭാഗം ജയിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതേ നാം സംസാരിക്കുന്ന വ്യക്തിയുടെ മറുപടികളെ അടിച്ച് തകർക്കുന്നതിന് വേണ്ടി നാം എപ്പോഴും ഏറ്റവും ക്രൂരമായിട്ടുള്ള, കഠിനമായിട്ടുള്ള ഭാഷണങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് പീഡനമാണ്. ഒരു ദൈവത്തിൻ്റെ പൈതൽ ഒരിക്കലും അത് ചെയ്യുവാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നത് മതിയാക്കണം. നാം അത് പലപ്പോഴും ചിന്തിക്കാറില്ല. വിവാദങ്ങൾ ഉപേക്ഷിക്കണം. ക്ഷമയുടെയും സഹനത്തിൻ്റെയും പാതയിൽ നാം മുൻപോട്ട് പോകണം. ഒരാൾ തെറ്റ് ചെയ്തു, ഒരു ഉപവാസ പ്രാർത്ഥനയിൽ വരുമ്പോൾ ആ തെറ്റിനെ ക്ഷമിക്കുവാൻ തക്കതിനുവണ്ണം നമുക്ക് കഴിയണം. കാരണം നമ്മുടെ അനേകമായ തെറ്റുകൾ ക്ഷമിക്കപ്പെടുവാൻ തക്കവണ്ണമാണ് നാം ദൈവസന്നിധിയിൽ വന്ന് ഉപവസിക്കുന്നത്. ആ അവസ്ഥയിൽ
നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കപ്പെടുവാൻ തക്കോടെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മോട് ചെയ്തു പോയ തെറ്റുകളും ക്ഷമിക്കുവാൻ നമുക്ക് കഴിയണം. സ്നേഹം നമ്മളിൽ നിന്നൊഴുകണം. ഇതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് വിളിക്കപ്പെടും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ സ്നേഹം നമ്മുടെ നടുവിലുണ്ടോ? ഉപവസിക്കുന്നവർക്കെല്ലാം ആ സ്നേഹമുണ്ടോ? ഒരു മനസ്സോടുകൂടി ഒരേ ഹൃദയത്തിലാണോ നാം ഉപവസിക്കുന്നത്? ദൈവം എല്ലാവരെയും കൂട്ടിവരുത്തിയിട്ട് ഉപവസിക്കുവാൻ കൽപ്പിക്കുമ്പോൾ അവരിൽ സ്നേഹമുണ്ടാകുവാനും സ്നേഹത്താൽ അവരെല്ലാവരും ബന്ധിക്കപ്പെടുവാനുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, അനുഷ്ഠിക്കേണ്ട അനേക കാര്യങ്ങൾ ദൈവം ഉപവാസ പ്രാർത്ഥനയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. നാം ഉപവസിക്കുന്നതെന്ന് പറയുമ്പോൾ ഭക്ഷണം വെടിഞ്ഞുള്ളൊരു പ്രക്രിയയാണ്. ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിശപ്പിനെക്കുറിച്ച് നമുക്ക് ബോധം വരും. നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ആ ബലഹീനതയാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ അത്യുന്നതനായ ദൈവം കൽപ്പിക്കുകയാണ്, വിശപ്പുള്ളവരുമായിട്ട് നമ്മുടെ അപ്പം പങ്കിടണം. നാം വിശന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ത്യാഗത്തോടെ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിശപ്പിനെ പോലെയാണ് യാതൊന്നും ഭക്ഷിക്കുവാനില്ലാതെ കിടക്കുന്ന സാധുക്കളും നമുക്ക് ചിന്തയുണ്ടാകണം. അവരെക്കുറിച്ച് ചിന്തിക്കണം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആഹാരം, അതിൻ്റെ ഒരംശമെങ്കിലും ഇപ്രകാരം ഭക്ഷണം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ ഭക്ഷണമില്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം ഒരു സന്മനസ്സ് നമ്മൾക്കുണ്ടാകണം. ഒരു ഉപവാസപ്രാർത്ഥനയുടെ വലിയ തത്വമാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, ബ്രദർ അങ്ങനെ ചെയ്യാറുണ്ടോ? തീർച്ചയായും ചെയ്യുന്നുണ്ട്. ഒരു ഉപവാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഭക്ഷണം എടുത്തുകൊണ്ട് കൊടുക്കുകയല്ല. ആ ഉപവാസത്തിൽ വരുന്ന സഹോദരങ്ങളുടേതുള്ള അനേക കാര്യങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഉപവസിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇപ്രകാരം ഭക്ഷണമില്ലാതെ വലയുന്നവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട്. മാത്രമല്ല, ഷെയർ യുവർ മീൽ എന്ന് പറയുന്ന ശുശ്രൂഷയിലൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗം അംശമെടുത്ത് വിശക്കുന്നവരായ വഴിയോരങ്ങളിലുള്ളവർക്ക് നൽകുന്ന ഒരു വലിയ ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു സംഘടനയില്ല, ഒരു പേരില്ല, പെരുമയില്ല, സൊസൈറ്റിയിൽ ഒന്നുമില്ല. വ്യക്തിപരമായിട്ട് അതിൽ പങ്കെടുക്കുന്നവരാണ്. 4 ഇഡ്ഡലി കഴിക്കുമ്പോൾ ഓർഡർ ചെയ്ത ശേഷം 2 ഇഡ്ഡലി അതേ റോഡിലിരിക്കുന്നവർ പൊതിഞ്ഞു കൊടുക്കുക. ആരുന്നില്ല, ഇവിടെ കാണുന്നവർക്ക് കൊടുക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പങ്കെടുത്ത് എല്ലാ ദിവസവുമല്ല, കഴിയുന്നത്ര ദിവസങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക. ഷെയർ യുവർ മീൽ. നമ്മുടെ ആഹാരത്തിനൊരു പങ്ക് എല്ലാ ദിവസവും കൊടുക്കണമെന്നല്ല, കഴിവുള്ള സമയങ്ങളിൽ കൊടുക്കുന്നത് വലിയ അനുഗ്രഹമാണ്. ഇവിടെ ദൈവം കൽപ്പിക്കുകയാണ്, ഉപവാസത്തിൽ നീ വിശപ്പോടെ വന്നിരിക്കുമ്പോൾ നീ ഭക്ഷണം വെടിയുമ്പോൾ അത്രയും ഭക്ഷണം ലാഭമാക്കുകയല്ല, പിന്നെയോ അത് ഈ സാധുക്കൾക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഒരു സന്മനസ്സ് നിനക്കുണ്ടാകണം. പാർപ്പിടമില്ലാത്ത ദരിദ്രനെ നിൻ്റെ വീട്ടിൽ ചേർത്തുകൊള്ളു. പാർപ്പിടമില്ലാത്ത അനേകർ അക്കാലത്തുണ്ടായിരുന്നു. ഇപ്രകാരമുള്ള സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയുള്ളൊരു കാലഘട്ടമായിരുന്നില്ല അത്. എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ പാർപ്പിടമില്ലാതെ ദരിദ്രരായിരിക്കുന്നവരെ കൂടെ പാർപ്പിടം കൊടുക്കുവാൻ തക്കവണ്ണം അവർക്ക് പാർക്കുവാൻ സ്ഥലം കൊടുക്കുവാൻ തക്കവണ്ണം നിനക്ക് സന്മനസ്സുണ്ടാകണം. നമുക്കിന്ന് അത് ചെയ്യുവാൻ കഴിയണം. പാർപ്പിടമില്ലാതെ കഷ്ടപ്പെടുന്ന അനേകരുണ്ട്. ഇന്ന് അനേക ഭവനങ്ങൾ നിർമ്മിക്കുമ്പോൾ ഒരു ഭവനത്തിൽ 3-4 കുളിമുറികൾ അല്ലെങ്കിൽ ബാത്റൂംസാണ് സെറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇപ്രകാരം ഭവനം വെച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അനേകർ എൻ്റെ അടുക്കൽ സ്വന്തം ഭവനം വെക്കുമ്പോഴായിട്ട് പ്ലാനുമായിട്ട് കടന്നു വരും. 4 ബാത്റൂംസ്, 5 ബാത്റൂംസ്, സിറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്ലാനുമായിട്ട് വരും. അപ്പോൾ ഞാൻ പറയും, ഞാനിതിന് പ്രാർത്ഥിക്കാം, കാരണം അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം, അതിനുവേണ്ടി ബ്രദർ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചാരണം എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാം, എല്ലാ കാര്യവും ചെയ്യാം, ഇത് നിങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. പക്ഷേ ഇതിലെ ഒരു ഭാഗം വെട്ടിക്കുറയ്ക്കണം. ഒരു ബാത്റൂം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട്, ഇവ വെട്ടിക്കുറച്ചുകൊണ്ട് ഒരു സാധുവിന് ഒരു വീട് വെച്ച് കൊടുക്കണം. കാരണം ഒരു സാധുവിന് ഒരു മുറിയുള്ള ഒരു വീട് വെച്ച് കൊടുക്കുവാൻ അല്ലെങ്കിൽ ഒരു 1 ബെഡ്റൂം കിച്ചൺ വെച്ച് കൊടുക്കുന്നത് ധാരാളമാണ്.
അങ്ങനെ ഒരുപാട് സഹോദരങ്ങൾ ഭവനങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. 4-5 ബാത്റൂംസൊക്കെ വെച്ചുള്ള വീടുകൾ ഇവിടെ പണിതിട്ടിട്ട് അത് നോക്കുവാൻ പ്രത്യേകമായിട്ട് ശമ്പളക്കാരെ നിയമിച്ചാണ് അനേകർ വിദേശ രാജ്യങ്ങളിൽ പാർക്കുന്നത്. ഈ കോവിഡ് കാലത്ത് അനേകർ തിരിച്ചു വരികയാണ്. അപ്പോഴറിയാം 3-4 ബാത്റൂംസൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടാൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്രയാസം. അപ്പോൾ പാർപ്പിടമില്ലാത്തവന് പാർക്കുവാൻ ഒരു സംവിധാനം ഉണ്ടാകണം. നീ ഉപവസിക്കുമ്പോൾ നിൻ്റെ മനസ്സിൽ അപ്രകാരമുള്ള ഭവനരഹിതരെക്കുറിച്ചുള്ള ചിന്ത നിനക്കുണ്ടാകണം. കാരണം ദൈവം നിനക്ക് നല്ല ഭവനം തരുമ്പോൾ, സുരക്ഷിതത്വം തരുമ്പോൾ അതില്ലാതെ എന്നും വഴിവക്കിൽ കഴിയുന്നവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, മറ്റ് പല വിധത്തിലുള്ള പ്രയാസങ്ങളാൽ ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ, ഒരു പേമാരി വരുമ്പോൾ തലയൊന്ന് ചായ്ക്കാൻ ഇടമില്ലാത്തവരുണ്ട്. അത് ആ കാലഘട്ടത്തിലെ പോലെ ഇന്നുമുണ്ട്. നാം ഉപവസിക്കുന്നവരാണെന്ന് പറയുമ്പോൾ ഉപവസിക്കുന്ന ദൈവമക്കൾക്ക് അങ്ങനെയുള്ളവരെക്കുറിച്ചൊരു ചിന്തയുണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കരുതുവാൻ തക്കവണ്ണം കഴിയണം. അതെ, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കണം. നഗ്നരായിട്ടുള്ളവരെ നമുക്കിന്ന് വലുതായിട്ട് കാണാൻ കഴിയത്തില്ല. പക്ഷേ നഗ്നതയ്ക്ക് സമാനമായിട്ട് നല്ലൊരു തുണി പോലും ഉടുക്കുവാൻ കഴിയാത്ത എത്രയോ പേരെ നാം കാണുന്നുണ്ട്. നാം വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ നമ്മുടേതായിട്ടുള്ള വസ്ത്രങ്ങൾക്കുള്ള ചിലവിൻ്റെ ഒരംശം എടുത്ത് അപ്രകാരം ചിലർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ തക്കവണ്ണം കഴിയണം. ഉപവസിക്കുന്നവരുടേതായിട്ടുള്ള നിബന്ധനയാണ്. ഇത് ദൈവം പറഞ്ഞ കാര്യമല്ല, എൻ്റെ കാര്യമല്ല. ഇത് യെശയ്യാ പ്രവചനം 58-ാം അധ്യായത്തിൽ അത്യുന്നതനായ ദൈവം, അതെ, ഇസ്രായേൽ മക്കൾ ദൈവത്തോട് ഞങ്ങൾ ഉപവസിച്ചത് നീ കാണാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നൽകിയ മറുപടിയാണ്. നിനക്ക് ദൈവം നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാൻ നൽകുമ്പോൾ, വിലപിടിപ്പുള്ള മോടിയുള്ള വസ്ത്രങ്ങൾ നീ ധരിക്കുമ്പോൾ അതിൻ്റെ ഒരംശം വെട്ടിക്കുറച്ച് നീ സാധുക്കൾക്കായിട്ട് നൽകുവാൻ കഴിയണം. വസ്ത്രമില്ലാത്തവർക്ക് നൽകുവാൻ കഴിയണം. These are principles God says that should be observed in the fasting by people who are fasting. You have to think about the people who are hungry. You have to think about the people who don't have a house, who have no dresses to wear. You should have a concern about the poor, because you are beseeching the Almighty God to shower His mercy and compassion on you. At the same time, it is necessary that you show the same compassion to the brothers and sisters around you. So, we have to show our compassion by our action. That is most important. We have to respect the Sabbath. ശബത്തിനെ ബഹുമാനിക്കുവാൻ തക്കവണ്ണം കഴിയണം എന്ന് പറയുമ്പോൾ ദൈവം വേർതിരിച്ചത് ആ ദിവസത്തെ സർവ്വ ബഹുമാനത്തോടും കൂടി നാം കരുതണം, കാണണം. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നാം സമയം കണ്ടെത്തണം. അതിനുവേണ്ടിയിട്ട് ആ ദിവസം മാറ്റിവെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം, ദൈവത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം, ദൈവത്തെ ആരാധിക്കുവാൻ തക്കതിനുവണ്ണം ആ വേർതിരിച്ചിരിക്കുന്ന ദിവസം നീ ഉപയുക്തമാക്കണം. മാറുന്ന ചുറ്റുപാടുകളിൽ, കാലയളവിൽ ഇപ്പോൾ ശബത്തിന് ഡ്യൂട്ടി ഉള്ളവരുണ്ട്, ഡ്യൂട്ടി ചെയ്തേ മതിയാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ഡ്യൂട്ടി ചെയ്യേണ്ടവരുണ്ട്, ചെയ്തേ മതിയാവും. പക്ഷേ സമാനമായി നമുക്ക് അവധികൾ ലഭിക്കുമ്പോൾ, അതിന് പകരമായി ലഭിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം. ശബത്തിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് കൽപ്പനയാണ്. ആ ദിവസം കൂടി സ്വന്തം ലാഭങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി യാതൊന്നും പ്രവർത്തിക്കാതെ മുൻപോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഉപവാസങ്ങൾ ശൂന്യങ്ങളായിട്ട് മാറുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഉപവസിക്കുമ്പോൾ നമുക്ക് നീതിയും ന്യായവും ഉണ്ടാകണം. ആ ഉപവാസത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ഉപവാസത്തിൻ്റെ അന്ത്യമായ ലക്ഷ്യം അതാണ്. ഇവിടെ ഇസ്രായേൽ മക്കൾ പറയുമ്പോൾ അങ്ങനെ ഒരു അനുഭവത്തെക്കുറിച്ച് അവർക്ക് പറയാൻ സാധ്യമല്ല. കാരണം അന്ന് ജനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് അയക്കപ്പെട്ടിട്ടില്ല, പഴയ നിയമകാലത്താണ്. എന്നാൽ
പുതിയ നിയമസഭയിൽ ദൈവജനം ഉപവസിക്കുമ്പോൾ അവരെ ശക്തീകരിക്കുന്നതിനും ബലപ്പെടുത്തുന്നതിനും കർത്താവിൻ്റെ സാക്ഷികളായിട്ട് മുന്നേറുന്നതിനും അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമുണ്ട്. ഒരു ഉപവാസത്തിൻ്റേതായിട്ടുള്ള മകുടം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണെന്ന് ഞാൻ പറയും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണെന്ന് ഞാൻ പറയും. കാരണം പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ബാഹ്യമായ പ്രക്രിയകളല്ല, ചില ശബ്ദകോലാഹലങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന സമൂലമായ മാറ്റങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകണം. ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നമ്മെ വിശുദ്ധിയിൽ നിന്ന് അകറ്റിക്കളയുന്നതായിട്ടുള്ള കാരണങ്ങളാണ് ഉപവാസ പ്രാർത്ഥനയുടെ പരാജയങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഉപവസിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയുടേതുള്ള ആഹ്വാനം ഉൾക്കൊണ്ട് ഭക്ഷണം വെടിയുന്നതല്ല ഉപവാസ പ്രാർത്ഥന. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ദൈവിക കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ എവിടെയാണ് നാം ദൈവത്തിൽ നിന്ന് അകന്നുപോയതെന്ന് പരിശോധിക്കേണ്ട ഒരു വലിയ അവസരം ഈ ഉപവാസ പ്രാർത്ഥനയിലുണ്ട്. ഇന്ന് അനേകർക്ക് അപ്രകാരമുള്ള സമയമോ സൗകര്യമോ സാഹചര്യമോ ഇല്ല. ഇതാണ് ഉപവാസ പ്രാർത്ഥനയെ മറ്റുള്ള ശുശ്രൂഷകളിൽ നിന്ന് വേർപെടുത്തുന്നത്. കാരണം നാം ഒരു പ്രസംഗ ശുശ്രൂഷയ്ക്ക് പോയാൽ, ആരാധനയിലേക്ക് പോയാൽ ആരാധനയിൽ പരിപാടി പങ്കെടുക്കുന്നു, ഒരു പ്രസംഗം കേട്ടാൽ പ്രസംഗത്തിൽ പങ്കെടുക്കുന്നു. എന്നാൽ ഉപവാസ പ്രാർത്ഥനയെ സംബന്ധിച്ച് പരമപ്രധാനമായിരിക്കുന്ന ശുശ്രൂഷ മാനസാന്തരമാണ്. ആ 24 മണിക്കൂർ ഉപവാസം പ്രഖ്യാപിക്കുമ്പോൾ, ആ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ദൈവത്തിൽ നിന്ന് അകന്നുപോയ സാഹചര്യങ്ങളും അകന്നു പോകേണ്ടി വന്ന കാരണങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവയെ തിരുത്തി ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കുക. അങ്ങനെ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിറയുവാൻ കഴിയുന്നത് നാം വിശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ്. പേര് തന്നെ വ്യക്തമാക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ്. അപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ അന്തിമമായ ലക്ഷ്യം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുന്നതാണ്. നാം തീരുമാനിച്ച കാര്യങ്ങളൊക്കെയും പ്രാവർത്തികമാക്കുവാൻ തക്കതിനുവണ്ണം കലഹങ്ങൾ വെടിയുവാൻ, അന്യായങ്ങൾ ഉപേക്ഷിക്കുവാൻ, മ്ലേച്ഛതകളോട് യാത്ര പറയുവാൻ എന്നുവേണ്ട വിവാദങ്ങളെ ഒഴിവാക്കുവാൻ, സ്നേഹത്തിലും സമാധാനത്തിലും സഹനത്തിലും സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകുവാൻ, ആതുര ശുശ്രൂഷകൾക്ക് മുൻതൂക്കം നൽകുവാൻ, ദരിദ്രരെ പരിഗണിക്കുവാൻ, ഭക്ഷണമില്ലാത്തവർ ഭക്ഷണം കൊടുക്കുവാൻ, ഭവനങ്ങളില്ലാത്തവരെ കുറിച്ച് ചിന്തിക്കുവാനും അവരെ സഹായിക്കുവാൻ തക്കുള്ള മുഖാന്തരം ഒരുക്കുവാൻ, അനേകരുടേതായിട്ടുള്ള ഇല്ലായ്മകളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ദൈവസ്നേഹത്തിൽ അവരെ കോരിയെടുക്കുവാനും ഉള്ള വഴികൾ തുറക്കുവാൻ, ഇവയൊക്കെയാണ് ഉപവാസ പ്രാർത്ഥനകളിലൂടെ ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്നത്. പക്ഷെ നാം ഇപ്രകാരമുള്ള സാഹചര്യം ഉപവസിക്കുന്നുണ്ട്, എന്നിട്ടും കോവിഡ് പോകുന്നില്ല. അതേ പ്രാർത്ഥിച്ചു, ബ്രദർ പറഞ്ഞതുപോലെ ഉപവാസത്തിൽ പങ്കെടുത്തു, എന്നിട്ടും വീട്ടിലെ 2 പേർക്ക് വീണ്ടും കോവിഡ് വന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഉപവാസ പ്രാർത്ഥന എത്രമാത്രം ശക്തമായിരുന്നു നിങ്ങൾ തന്നെ ഇപ്പോൾ പരിശോധിക്കുക. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. യെശയ്യാപ്രവചനം 52-ാം അധ്യായം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാകട്ടെ, ഒരു ടെസ്റ്റ് ഡോസായിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. അവിടെ ഏതിലൊക്കെയാണ് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നത്? നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? സാമൂഹ്യ ബന്ധങ്ങൾ എങ്ങനെയാണ്? സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അവസ്ഥയിൽ ദൈവസ്നേഹത്തിൽ മുൻപോട്ട് പോകാൻ വഴിതെളിക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന. മാത്രമല്ല, നിങ്ങൾ ഉപവസിച്ചു, ഉപവാസ പ്രാർത്ഥനയിൽ പങ്കൊണ്ടു, എന്നിട്ടും നിങ്ങളുടെ ഭവനത്തിൽ എന്തെങ്കിലും അസുഖം വന്നാൽ പോലും
കാരുണ്യവാനായ ദൈവം അതിലൂടെ നിങ്ങളെ അത്ഭുതകരമായിട്ട് വിടുവിക്കുകയും നടത്തുകയും ചെയ്യുന്നു എന്നുകൂടെ മനസ്സിലാക്കുക. അത്യുന്നതനായ ദൈവത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനുള്ള വലിയ ആയുധമാണ് ഉപവാസ പ്രാർത്ഥന. മാത്രമല്ല, സാത്താൻ്റെ സർവ്വവിധ തന്ത്രങ്ങളെയും തകർക്കുവാൻ തക്കതിനുവണ്ണം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് കൽപ്പിച്ചു തന്നിട്ടുള്ള ആയുധമാണ് ഉപവാസ പ്രാർത്ഥന. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല. പിശാചിനെ തോൽപ്പിക്കുവാൻ തക്കവണ്ണമുള്ള അതിമഹത്തായ ആയുധമാണ് ഉപവാസ പ്രാർത്ഥന. അതുകൊണ്ടാണ് ഉപവാസ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ പല ഭവനങ്ങളിലും ചീറ്റലുകളും പൊട്ടലുകളും ഒക്കെ ഉണ്ടാകുന്നത്. പലപ്പോഴും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ എന്ന് വേണ്ട നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന അനേകമായ കാര്യങ്ങൾ ഉടലെടുക്കുന്നത്. കാരണം ഈ പിശാച് ഉപവാസത്തെ ഒരിക്കലും അനുഗ്രഹ സമ്പൂർണ്ണമാക്കുവാൻ സമ്മതിക്കുകയില്ല. അവനെ വെട്ടുന്ന വാളാണ് ഉപവാസ പ്രാർത്ഥന. ഇന്ന് കുടുംബജീവിതത്തിലെ സമാധാന തകർച്ച, കുഞ്ഞുങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന അനേകമായ പ്രയാസ പ്രതിസന്ധികൾ, ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ക്രൈസ്തവ സഭകൾക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ, ക്രൈസ്തവ സമൂഹങ്ങളിലുള്ള സങ്കീർണമായ പ്രതിസന്ധികൾ, ഇവയെല്ലാം തുരത്തുവാൻ കർത്താവ് വളരെ വ്യക്തമായിട്ട് നമുക്ക് തന്ന ആയുധമാണ് ഉപവാസ പ്രാർത്ഥന. അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ പോലെ ഞങ്ങൾ ഉപവസിച്ചിട്ടും ഞങ്ങൾക്ക് മറുപടിയില്ല എന്ന് വിലപിക്കേണ്ട ആവശ്യമില്ല. നാം ഉപവസിക്കുന്നത് കേവലം 24 മണിക്കൂർ 3 നേരം ഭക്ഷണം വെടിഞ്ഞിട്ടല്ല. ഭക്ഷണം വെടിയണം എന്നുള്ള നിർബന്ധവും നിബന്ധനയും ഉണ്ടായെങ്കിൽ പോലും അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തുവാനുണ്ട്. ചില മാറ്റങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ചിലരോട് വിളിച്ച് ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഡയബറ്റീസ് പേഷ്യൻ്റാണ്, ഞങ്ങൾക്ക് BP ഉണ്ട്, ഞങ്ങൾക്ക് മറ്റ് അസുഖങ്ങളുണ്ട്. ചില ആൻറ്റി ക്യാൻസർ ഡ്രഗ്സ് കഴിക്കുന്നവരോട് ഉപവസിക്കണം. ഉപവസിക്കേണ്ട കാര്യമില്ല, ഒരു ഭക്ഷണമല്ല. അതിനേക്കാൾ ഉപരി വേണ്ടി ദൈവം ആഗ്രഹിച്ചൊരു മാറ്റമാണ്. ആ മാറ്റത്തിന് വേണ്ടി ഒരു ഒരുക്കമാണ് ഈ ഉപവാസം എന്ന് പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുവാൻ നിവൃത്തിയില്ലാത്തവരുടെ കാര്യം നീ ഓർക്കുകയാണെങ്കിൽ നിൻ്റെ ഉപവാസ പ്രാർത്ഥന ധന്യമായി. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ നിൻ്റെ ഉപവാസ പ്രാർത്ഥന ധന്യമായി. ഒരു നേരം ആഹാരം കഴിച്ചതുകൊണ്ട് ഉപവാസ പ്രാർത്ഥന പരാജയപ്പെട്ടു എന്നോ സ്വർഗീയ കൃപ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവം വിലമതിക്കുന്നത് നിൻ്റെ മാറ്റമാണ്. കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഒരു ജീവിതവുമായിട്ട് നീ മുൻപോട്ട് വരുമ്പോഴാണ് കർത്താവ് പ്രസാദിക്കുന്നത്. നിനക്ക് അസുഖ നിമിത്തം 2 നേരം ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. ഞാൻ വീണ്ടും പറയട്ടെ, ദൈവത്തിന് ആവശ്യമായിട്ട് ഇത് നിർമ്മലമായ ഹൃദയമാണ്. നിൻ്റെ പാപക്കറകൾ കഴുകിക്കളഞ്ഞ് സ്വയം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന അവസ്ഥയാണ് ആവശ്യമായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു നേരം ഭക്ഷണം കഴിച്ചു, നിവൃത്തിയില്ല, അതുകൊണ്ട് എൻ്റെ ഉപവാസം എല്ലാം തെറ്റിപ്പോയോ, അതുകൊണ്ടാണോ ദൈവം കേൾക്കാത്തത്? ഇല്ല. യഹൂദ മതത്തിൽ അപ്രകാരമുള്ള ചിട്ടകളുണ്ട്. ഉപവസിക്കുവാൻ നിവൃത്തിയില്ലാത്തവർ പോലും മറ്റ് കാര്യങ്ങളിലൊന്നും ശ്രദ്ധ ചെലുത്താതെ ഏകാഗ്രമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിതത്തെ മാറ്റുമ്പോൾ അവർക്കും ഉപവസിക്കുന്നവരെ പോലെയുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുമെന്ന് യഹൂദ റാബിമാർ പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യവുമാണ്. അതുകൊണ്ട് ഈ ഉപവാസത്തിനെക്കുറിച്ചുള്ള വിവിധങ്ങളായ ചിന്തകളാണ് അനേകർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിനുള്ള മറുപടികളുമാണ് ഞാനിന്ന് നൽകിയിട്ടുള്ളത്. നമുക്ക് ഒരുമിച്ച് ഉപവസിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ മഹാമാരിയെ കീഴടക്കുവാൻ ഉപവാസ പ്രാർത്ഥന കഴിയും. കാരണം ദൈവം തന്നിരിക്കുന്ന ആയുധമാണ്, ദൈവം പറഞ്ഞിരിക്കുന്ന പ്രമാണമാണ്, തിരുവചനത്തിലെ യോവേൽ പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിട്ടുള്ള ദൃഷ്ടാന്തമാണ്. ആ ഒരവസ്ഥയിലേക്ക് ക്രൈസ്തവ സമൂഹം ഉണരുവാൻ തക്കതിനുവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവും ദൈവമേ, ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. പലപ്പോഴും അവിടുത്തെ സന്നിധിയിലേക്ക് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കടന്നു വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പലവിധമായ തടസ്സങ്ങൾ വന്ന് ഞങ്ങളുടെ പ്രതിഷ്ഠകളും സമർപ്പണങ്ങളൊക്കെ തകർക്കുന്ന അവസ്ഥ അങ്ങ് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൽപ്പിച്ചിരിക്കുന്ന പ്രകാരം ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ഉപവസിക്കുവാനും പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ തക്കവണ്ണം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഈ മഹാമാരി മൂലം കഷ്ടപ്പെടുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേർപാടിൻ്റേതായിട്ടുള്ള വേദന മൂലം ദുഃഖിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രത്യേകിച്ച് കർത്താവെ അനേകർക്ക് ഇന്ന് പ്രാർത്ഥനകൾ പ്രത്യേകമായിട്ട് ആവശ്യമായിരിക്കുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് അങ്ങനെയുള്ള സഹോദരങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവെ. നീ അവരെ ഓർക്കണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കോവിഡ് രോഗം മൂലം ഹല്ലേലൂയ കർത്താവെ കഷ്ടമനുഭവിക്കുന്ന സഹോദരങ്ങളെ അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഈ COVID-19 മൂലം ആശുപത്രിയിലാക്കപ്പെട്ടിരിക്കുന്ന അത്യാസന്നതയിലായിരിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. അവരെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ. പ്രിയപ്പെട്ട രാജിയെയും ബീനയെയും ജീനയെയും റിയയെയും അൻസയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് ICUവിലാണ്. അവരുടേതായിട്ടുള്ള ഹൗസ്മേറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഉഷയെ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ന്യൂയോർക്കിൽ നിന്ന് മേരിക്കുട്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതേ ലില്ലിക്കുട്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ന്യൂജേഴ്സിയിൽ നിന്ന് അവരെ സൂക്ഷിക്കണമേ. ജോളിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിലെ സുനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അനിലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജൂബി വർഗീസ് UK നിന്ന് കർത്താവെ രോഗിയായിരിക്കുന്ന അവരെ നീ സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീനോ കുവൈറ്റിൽ നിന്ന് രോഗിയായിരിക്കുന്ന അവരെ ഓർക്കണമേ. ICUവിൽ ഗുരുതരമായ അവസ്ഥയിൽ തുടരുന്ന പോൾസനെ ഓർക്കണമേ. അബുദാബിയിലെ ആശുപത്രി മുറിയിലേക്ക് നീ കടന്നു ചെല്ലണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. പ്രിയപ്പെട്ട മോഹനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിനക്ക് മാത്രമേ അവനെ വിടുവിക്കാൻ കഴിയുകയുള്ളൂ. നീ കരുണ തോന്നി അവനെ രക്ഷിക്കണമെന്ന് നിൻ്റെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട വിനുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കാൽഗറിയിൽ നീ അവനെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്നേഹാമറിയം ബിനുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ടെസ്സിക്ക് സമ്പൂർണ്ണമായ സൗഖ്യം കൊടുക്കുവാൻ നീ പ്രവർത്തിക്കണമേ. കുവൈറ്റിൽ നിന്നുള്ള സോണി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത സഹോദരിമാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നീ അവർക്ക് ഒരു കുഞ്ഞിനെ നൽകുവാൻ തക്കവണ്ണം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാതിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവർക്ക് വിടുതൽ നൽകണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ 76 വയസ്സുള്ള പ്രിയപ്പെട്ട വിൽസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ട്യൂമറിനൊരു ഓപ്പറേഷനില്ലാതെ നടക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. സൗഖ്യം നൽകുവാൻ നീ പ്രസാദിക്കണമേ. കോട്ടയത്തെ അഞ്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞ് കർത്താവ് SSLC പരീക്ഷ എഴുതാൻ പോയിട്ട് ഒരു ഡിപ്രഷനിലായിരിക്കുന്നു. കർത്താവ് അവളുടെ മനസ്സിന് സ്വസ്ഥത നൽകി ആ പരീക്ഷ പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നീ തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യായിറോസിൻ്റെ മകളെ തൊട്ടകര അവളെയും തൊട്ടുകൊള്ളണമെന്ന് നിൻ്റെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അച്ചാമ്മ ജോർജിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കിഡ്നി ഫെയിലറും അതോടൊപ്പം കർത്താവെ ക്യാൻസറിൻ്റെ ആരംഭമായിട്ടുള്ള സഹോദരിക്ക് നീ സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ കർത്താവെ ടൊറൻറ്റോയിൽ നിന്നുള്ള രേഷ്മ സുനിലിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ നീ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതേ തൃശ്ശൂരിൽ നിന്നുള്ള സിന്ധുവിനെ ഓർത്ത് കടഭാരങ്ങൾ നിമിത്തം വേദനിക്കുന്നു. നീ വിടുവിക്കണമേ. കളമശ്ശേരിയുള്ള മിഥുനെ ഓർത്ത് ഉത്തരവാദിത്തമുള്ളവരായി പ്രവർത്തിപ്പാൻ സഹായിക്കണമേ. ഹല്ലേലൂയ കർത്താവെ. അതേ രാജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ അറിഞ്ഞ് ജീവിപ്പാൻ തക്കമുള്ള വഴി തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർക്കണമേ കർത്താവെ. പ്രിയപ്പെട്ട AP ജോസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സിജുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സൂസൻ സക്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സജിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുജയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷീബയെ ഓർക്കണമേ. ഷാലുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. റീസയെ ഓർക്കണമേ കർത്താവെ. അതേ കർത്താവെ നിൻ്റെ മക്കൾക്ക് ഒരു വഴി തുറക്കണമേ. മെറിൻ ഷേർത്തലയിൽ നിന്ന് കർത്താവെ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരെ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എറണാകുളത്ത് അജിയെ ഓർക്കണമേ. അവരെയൊക്കെയും കർത്താവെ നിൻ്റെ കൃപയുടെ മറവിൽ മറച്ച് അവർക്ക് വിടുതലും ആശ്വാസവും നൽകുവാൻ നീ പ്രസാദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമായ ഒരു ജോലി കണ്ടുപിടിപ്പാൻ സഹായിക്കണമേ. അതോടൊപ്പം കർത്താവെ കോവിഡ് രോഗികളെ ശുശ്രൂഷിക്കുന്ന എൻ്റെ മക്കളെ ഓർത്ത് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അവരെ ഓർക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതേ കർത്താവ് ന്യൂയോർക്കിൽ നിന്ന് രജിമേരിയെയും കാവ്യയെയും ടോണിയെയും ബീനയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മോളമ്മയും ശാന്തമ്മയും ഷീവയെയും ജെൻസിയെയും രേണുവിനെയും റൂബിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവ് ജോംസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഫിഡൽഫിയയിൽ നിന്ന് അന്ന ജോണിക്കുട്ടിയെയും കർത്താവ് ബ്രൈറ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുവൈറ്റിൽ നിന്ന് നീനു പോളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സിമിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷിജയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷീവയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവരെ കാത്ത് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുബൈയിൽ നിന്ന് ലിലിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മായ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷാർജയിൽ നിന്ന് സോഫിയെ ഓർത്ത് ലിസി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അലയിൽ നിന്ന് ലിസി സോണി ലിജി എന്നിവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അരയിൽ നിന്ന് സോണയെ ഓർക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതേ ഡോഹയിൽ നിന്ന് ഷിബിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡിൽജിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. UK നിന്ന് കർത്താവ് അഞ്ജലി പോളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആൻസി വർഗീസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആനി ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അഞ്ജലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവ് നീ അവരെ വിടുവിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. രോഗത്തിൻ്റെ മഹാപിടിയിൽ നിന്ന് അവരെ രക്ഷിച്ചോണമെന്ന് പ്രാർത്ഥിക്കുന്നു. അബുദാബിയിൽ നിന്ന് ജേമിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഫിറയിൽ നിന്ന് വത്സപ്പൈലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവ് റിനി ജേക്കബിനെയും ടിറ്റി മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ പ്രവർത്തിക്കണമേ. ചികിത്സിക്കുന്ന ഡോക്ടേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഡോക്ടർ ജയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ സുശീലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ റബേക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവ്. ഡോക്ടർ റീന ന്യൂയോർക്കിൽ നിന്ന്
കർത്താവെ നിൻ്റെ വില ചെയ്യുന്ന നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കും. അവരെ സൂക്ഷിക്കണമേ. ഡോക്ടർ റിനി മേരി തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ മാത്യു തോമസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ലിനോഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ എലിസബത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ അവരെ കാത്ത് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായിട്ടുള്ള ഹല്ലേലൂയ കർത്താവെ പകർച്ചവ്യാധി അവരെ രക്ഷിച്ചുകൊള്ളണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതേ മെല്ലിൽ നിന്നുള്ള ജയിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് ശീഘ്രത്തിൽ ഹല്ലേലൂയ ഭവനത്തിൽ മടങ്ങിയെത്തുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ അങ്ങ് പൂർത്തിയാക്കി കൂട്ടിക്കൊണ്ടുവരുവാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മാർട്ടിനെയും ഹിൽഡയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ സൂക്ഷിക്കണമേ കർത്താവെ. അനീനേനെയും റബേക്കനേനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാവരെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നീ പ്രവർത്തിക്കണമേ കർത്താവെ. നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം എല്ലാ വഴികളിലും സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ. അവസ്ഥയിൽ നിന്ന്, ആപത്തിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന് നീ സഹോദരങ്ങളെ മൊത്തമായി സൂക്ഷിക്കണമേ. അവരുടെ സങ്കടങ്ങൾ കാണണമേ. അവർക്ക് ഉത്തരവിടണമേ കർത്താവെ. അതുമാത്രമല്ല അവിടുത്തെ സന്നിധിയിൽ ഒരു പുതിയ തീരുമാനമെടുത്തുകൊണ്ട് മുൻപോട്ട് വരുവാൻ തക്കതിനുവണ്ണം നിൻ്റെ മക്കളെ ഓരോരുത്തരെയും സഹായിക്കണം. ഈ വചനം കേട്ട ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കൃപയോടെ പരിപാലിക്കണമേ. സഹായിക്കണമേ എന്ന് യേശു മാത്രം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് ബ്രദർ ജോസഫ് കുളങ്ങര, ജിജി കുളങ്ങര ആൻഡ് ഫാമിലി, ന്യൂയോർക്ക്.